നമോ നമ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് തർക്കം എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യത്തിനായിരിക്കണം, അല്ലാതെ ഒരു പ്രയോജനമില്ലാതെ ഒരു തർക്കം നടത്തിയാൽ അത് തർക്കമാകുകയില്ല. തർക്കം, ശരിയായിട്ടുള്ള തർക്കം പല വിധത്തിൽ പറഞ്ഞു. വാദം, ജൽപ്പം, ഛലം, ഖണ്ഡം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു. നമ്മൾ മലയാളം അത് അവൻ വെറുതെ ജൽപ്പിക്കുകയാണ്, ജൽപ്പനമാണ്, വെറും ജൽപ്പനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രയോജനമില്ലാതെ വർത്തമാനം പറയുകയാണ് ജൽപ്പനം എന്നൊക്കെ പറയുന്നത്. അത് മലയാളത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ. അപ്പം ഖണ്ഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എതിർക്കുകയാണ്. അപ്പോൾ വാദം എന്ന് ശരിയായിട്ടുള്ള വാദമാണെങ്കിൽ അതിനെന്ത് വേണം? വാദം, പ്രതിവാദം, അത് കഴിഞ്ഞിട്ട് അതിന് ഒരു സിദ്ധാന്തം, അതിൻ്റെ രണ്ട് വാദപ്രതിവാദങ്ങളിലൂടെ ഒരു കാര്യം നമുക്ക് സിദ്ധിക്കുകയാണ്, ഇതാണ് ശരി എന്നൊരു തീരുമാനത്തിലെത്തുകയാണ്. പിന്നെ എല്ലാവരും അത് അംഗീകരിക്കും, ആ രണ്ടു കൂട്ടരും അത് അംഗീകരിക്കും. ഇതാണ് വാദം പ്രതിവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോടതികളിലൊക്കെ നടന്നു കുറേ വാദപ്രതിവാദം നടന്നു പറഞ്ഞ് വിധി ഒരിക്കലും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പല കേസുകളിലും കേട്ടിട്ടില്ലേ, അങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരിക്കലും അതിന് വിധി ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കാണിക്കുന്ന എല്ലാം പ്രഹസനങ്ങളായിട്ട് മാറുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നീതി ലഭിക്കുന്നില്ല എന്ന് കോടതിയുടെ കാര്യത്തിൽ പറയും. അപ്പം അത് കാര്യങ്ങൾ എല്ലാം നമ്മളുടെ പൗരാണിക ശാസ്ത്രത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ലോകത്തെവിടെയാണെങ്കിലും നമ്മളുടെ ഇതുപോലുള്ള ആ വിഹിതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ലോകത്തെമ്പാടും നടന്നിട്ടുള്ളത്. അല്ലാതെ നടക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അത്ര ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ വേദങ്ങളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായി, വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ശാസ്ത്രീയം നമ്മൾ നേരത്തെ പറഞ്ഞു, ശാസ്ത്രം എന്ന് പറഞ്ഞത് ശാസിക്കപ്പെടേണ്ടത് എന്നാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെടേണ്ടതാണ്, അല്ലാണ്ട് അത് ശരി എന്ന ഒരു കാര്യം ഈ പ്രപഞ്ചത്തിലേ ഇല്ല. പ്രപഞ്ചം, അതാണ് വേദത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ, ഞാൻ, നിങ്ങൾ, അവര്, അത്, ഇത് എന്ന് പറയുന്ന എന്തും, നാമരൂപങ്ങൾ ആയിട്ട് വരുന്ന എന്തും എന്താണ്? അതിന്റെ ഒരു സമാഹാരമായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെ. ഇവിടെയല്ല, പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനും മനസ്സിലായി? നാമരൂപങ്ങളിൽ വച്ചിട്ടാണ്. ഒരു പേരും ഒരു രൂപവും കൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ പേരും രൂപവും എല്ലാം എന്താണ്? മിഥ്യയാണ്. അത് നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കുന്ന ഒരു ഭാഷ, ആ ഭാഷയിലൂടെ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ഭാഷ പ്രകൃതിയുടെ, അങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യുന്ന ഭാഷ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന ഭാഷയും ഈ സ്വീകരിക്കുന്ന ഭാഷ, റിസപ്ഷനുള്ള ഭാഷയും നമ്മൾ ഇവിടെ ടെലികാസ്റ്റിംഗ്, മനസ്സിലാണ്ടോ? പുറത്തേക്ക് ഇങ്ങോട്ട് ടെലികാസ്റ്റ് ചെയ്യാണ്. റിസീവ് ചെയ്യുന്നത് ടെലികാസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. രണ്ട് ഭാഷകളാണ്. പക്ഷേ ആ ഭാഷകൾ തമ്മിൽ നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അത് ഗണിതത്തിന് അടിസ്ഥാനം, മാത്തമാറ്റിക്സ് ആണ്. എല്ലാം ആ മാത്തമാറ്റിക്സ് വെച്ചിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു അമേരിക്കയിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മളുടെ ഇവിടെ TV-യിൽ നമ്മൾ അത് സ്വീകരിക്കുന്നു. എങ്ങനെ? ആ സ്വീകരിക്കുന്നതും ഈ എക്വിപ്മെന്റ് പുറത്തേക്ക് വിടുന്നതും എന്താണ്? ഒരേ തരത്തിലുള്ള ഭാഷയിലാണ്. അതിനെന്ത് പറയും? ബൈനറി ഭാഷ എന്ന് പറയും.
ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല. 1 0 1 0 എന്ന് സയൻസിൽ പറയും. ഇത് ബൈനറി ഭാഷ. 1 0 ശൂന്യം ഉണ്ട്, ശൂന്യം ഉണ്ട് എന്ന് പറയണമല്ലോ. ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, അല്ലെങ്കിൽ 1 0 1 0. ഇതാണ് ബൈനറി ഭാഷ. ഇതിലാണ് അവിടുന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്നതും ഇങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യുന്നതും എല്ലാം ഒരേ ഭാഷയാണ്. അതെന്ത് ചെയ്യും? അത് പ്രകൃതിയുടെ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പോലെ നമ്മൾ സ്വീകരിക്കുന്നത് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒരു സമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരാൾ കണ്ട ഒരു കാര്യം അത് ടി വിയിൽ കണ്ടാലും കൊള്ളാം, പ്രകൃതിയിൽ കണ്ടാലും കൊള്ളാം, അവിടുന്ന് സ്വീകരിക്കുന്നതെല്ലാം എങ്ങനെയാണ്? മാത്തമാറ്റിക്സ് ആണ് അതിന്റെ ഭാഷ. ഈ 1 0 എന്ന് പറയുന്നത് എന്താണ്? 1 നിന്ന് 0 വരെയുള്ള ആ വ്യത്യാസങ്ങൾ. 1 നിന്ന് 0 വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. 1 എന്ന ഒരു കാര്യം പൂർണ്ണത എന്നാണ് അർത്ഥം. പൂർണ്ണതയിൽ നിന്ന് ശൂന്യതയിലേക്ക് ഉള്ള ദൂരം, അതാണ് 1ഉം 0ഉം തമ്മിലുള്ള വ്യത്യാസം. ഇതിന്റെ അകത്ത് എന്താണ്? വ്യത്യാസങ്ങൾ ഇൻഫിനിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് റിസീവ് ചെയ്യണമെന്ന് 1 0 എന്ന് പറഞ്ഞാൽ ബൈനറി ഭാഷ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറയുന്ന ഒരു കാര്യമാണ്. അതേ അല്ല ഈ ശാസ്ത്രം. വലിയ ശാസ്ത്രം വളരെ കൃത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു കൃത്യതയും ഇല്ലാതെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. 1ഉം 0ഉം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിട്ടുള്ളത്. അതിന് ബൈനറി ഭാഷ എന്ന് പറയും. ഈ 1 എന്ന് പറഞ്ഞാൽ പൂർണ്ണമെന്നും 0 എന്ന് പറഞ്ഞാൽ ശൂന്യമെന്നുമാണ്. അപ്പോൾ ഇതിനകത്ത് 1ൽ നിന്ന് 0ത്തിലേക്കുള്ള വ്യത്യാസം, അല്ലെങ്കിൽ 0ത്തിൽ നിന്ന് 1 വരെയുള്ള വ്യത്യാസം എത്രയാന്ന് ചോദിച്ചാൽ അതിനകത്ത് അനന്തകോടി വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ആ വ്യത്യാസങ്ങൾ അനന്തകോടി, ഒന്നും ശൂന്യതയിൽ നിന്ന് അനന്തതയിലേക്കുള്ള ദൂരം എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? 1 അനന്തത, 1 ശൂന്യത. ഇത് കൃത്യമായിട്ട് നമുക്ക് ഈ കാണാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അത് കാണാൻ പറ്റുകയില്ല. അത് അനന്തം എന്ന് പറയുന്ന ഒന്നും ഒരു ജീവിക്കും ഒരു വസ്തുവിനും അത് അബ്സോർബ് ചെയ്യാൻ പറ്റുകയില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അത് കൺസീവ് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? കൺസീവ് ചെയ്യണമെങ്കിൽ അതിനെ വളരെ വളരെ ഘടകങ്ങളാക്കി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനന്ത യൂണിറ്റുകളായിട്ട് ഭാഗിച്ചുകൊണ്ട്, അവിടെയാണ് അനന്തം ആയിട്ടുള്ള ഒന്നിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അനന്ത യൂണിറ്റുകളായിട്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട്, ഒന്നായിട്ട് നിന്ന് മനസ്സിലാവില്ല, ഖണ്ഡിച്ചുകൊണ്ട് ഈ യൂണിറ്റുകളെ ആദ്യം ഖണ്ഡിച്ചു, അനന്ത യൂണിറ്റുകളായിട്ട് ഖണ്ഡിച്ചു. എന്നിട്ട് ഈ അനന്ത യൂണിറ്റുകളെ എന്ത് ചെയ്യും? ഏത് ആശയമാണോ നമ്മൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു രൂപം നൽകും. എന്നിട്ട് അതിനൊരു നാമം കൊടുക്കും. അങ്ങനെയാണ് ഒരു ഏറ്റവും ഒരു ബോധകണം എന്ന നിലയ്ക്ക്, അതാണ് കണം, ബോധകണം. ബോധകണം എന്ന് പറഞ്ഞാൽ ശൂന്യമാണ്. ആ ബോധകണത്തിനെ നമ്മൾ കുറേ കണങ്ങൾ ഇങ്ങനെ ചേർന്ന് വരുമ്പോഴാണ് അതിനെ ബോധകണം എന്നുള്ളത് ബോധം എന്നുള്ള നിലയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ അതിനെ ശബ്ദം എന്ന് പറയും. അതാണ് വചനം ബൈബിളിൽ പറയുന്ന പോലെ. ഇവിടെ നാദം, നാദമുണ്ടായി. അത് എന്തായി? നാദം ശബ്ദമായി. നാദം എന്തായി? ശബ്ദമായി. നാദത്തിന് എന്താണ്? അത് യൂണിറ്റാണ്. നാദം എന്ന് പറയുന്നത് നമ്മളുടെ യൂണിറ്റ് ആയിട്ട് എടുത്താൽ അതിന് പ്രത്യേകിച്ച് ഒരർത്ഥവും നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അത് ശബ്ദമാകുമ്പോൾ ആ നാദങ്ങളുടെ ഒരു കൂട്ടായ്മ വന്നിട്ട് ശബ്ദമാകും.
അതിനെ നമ്മൾ വാക്ക് എന്ന് പറയും. മനസ്സിലായിട്ടോ? ആ വാക്കിലൂടെയാണ് നമ്മൾ, ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്കാണ്, നാദം എന്ന് പറഞ്ഞാൽ ഒച്ച മാത്രമേ ആവുന്നുള്ളൂ. മനസ്സിലാണ്ടോ? അപ്പോൾ അതുപോലെ ഈ നാദങ്ങളെ നമ്മൾ നാദങ്ങൾ ചേർന്ന് നമ്മൾ ശബ്ദമാകുമ്പോഴാണ് അതിന് ഒരു അർത്ഥം. ആ നാദ യൂണിറ്റുകളിനെ നമ്മൾ ശബ്ദമായിട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? അത് ഒരു ലോക്കലാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദേശത്തിലുള്ള കോംപ്രമൈസാണ്. അപ്പോൾ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ, വാക്കുകൾ എന്ന് പറയുന്നത് അത് ഓരോ പ്രദേശങ്ങളിലുമുള്ള, ഓരോ കമ്മ്യൂണിറ്റിയിലുമുള്ള, പക്ഷികളുടെ ഇടയ്ക്ക് ഇത് ചെയ്യുന്ന കോംപ്രമൈസ് അവരുടെ ഭാഷയാണ്. മൃഗങ്ങളുടെ ഇടയ്ക്ക് വേറെ അവരുടെ ഭാഷയിലാണ് ആ നാദങ്ങളെ അവർ എന്തായി ശബ്ദങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളല്ല ബംഗാളികൾ ഉപയോഗിക്കുന്നത്, അവരുപയോഗിക്കുന്നതല്ല തമിഴിയൻസ് ഉപയോഗിക്കുന്നത്, അവരുപയോഗിക്കുന്നതല്ല വെസ്റ്റേൺ ഭാഷയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുത്തി ഈ നാദങ്ങളെ ശബ്ദങ്ങളാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന, പിന്നെ അതിനകത്ത് വേണ്ടി വരുന്ന ആ ഓരോ കോണ്ടക്സ്റ്റ് അനുസരിച്ച് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു വരുന്നതിനെയാണ് പല വിധത്തിലുള്ള ശാസ്ത്രങ്ങൾ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്, ശാസിക്കപ്പെടേണ്ടതായിട്ട്. അത് ഭാഷാശാസ്ത്രമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്, ഭൗതിക ശാസ്ത്രമുണ്ട്. അങ്ങനെ ഈ ഭൗതിക ശാസ്ത്രത്തെ നമ്മൾ ഇവർ മോഡേൺ എന്ന് പറയുന്ന ഈ ശാസ്ത്രങ്ങൾ എന്താണ്, ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൈക്കോളജി മറ്റതൊക്കെ പറഞ്ഞ് കോണ്ടക്സ്റ്റ് അനുസരിച്ച് ഈ ശാസ്ത്രങ്ങളെ വിഭജിച്ചിട്ട് നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വം വരുന്ന കാര്യങ്ങളെ എല്ലാമാണ് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് എത്താതെ വരുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ആത്മീയം എന്ന് പറയുന്നത്. ആത്മീയം മനസ്സിലാണ്ടോ? ഒരു ജീവിക്ക് ആത്മീയമാണോ ഭൗതികമാണോ കൂടുതൽ പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത് എന്ന തർക്കമാണ് ശൈവ വൈഷ്ണവ സംഘട്ടനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഈ ഭൗതികം ആത്മീയം എന്ന് തിരിച്ചു. ഈ മേഖലയെ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇപ്പൊ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ നാദങ്ങൾ എന്ന ആ ഏറ്റവും ശൂന്യ കണങ്ങളെ ചേർത്ത് ശബ്ദങ്ങളാക്കി വച്ചിട്ട് ആ ശബ്ദങ്ങൾക്ക് അതിനോട് യോജിക്കുന്ന വിധത്തിലൊരു രൂപസങ്കല്പവും കൊടുത്ത് ആന എന്നൊരു ശബ്ദത്തിൽ അതിന് നമുക്ക് ഒരു രൂപം സങ്കല്പിച്ച് ഇന്ന ആ ജീവിയെയാണ് ആന എന്ന് പറയുന്നത് എന്ന് ഓരോന്നിനും കൊടുക്കുന്ന രീതിയാണ് ഭാഷ എന്ന് പറയുന്നത്. ഏത് ഭാഷ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഷ. എന്നാൽ അറിയുന്ന ഭാഷ എന്താണ്? അത് പ്രകൃതിയിൽ നിന്ന് എന്നുവെച്ചാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് റിസീവ് ചെയ്യുന്ന ഭാഷയാണ് പ്രകൃതിയുടെ ഭാഷ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങൾ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. മറ്റത് ആ റിസീവ് ചെയ്യുന്ന ഭാഷയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പ്രകൃതി നൽകിയിട്ടുള്ളതല്ല. ആ പ്രകൃതിയിലെ സൃഷ്ടികൾ പരസ്പര ധാരണയനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ. ആ ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ജീവനുണ്ടോ ഇല്ലയോ, ബോധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്നത്. അത് പല സമയത്തും ബോധതലം കുറഞ്ഞിരിക്കും. ആ ബോധതലം കുറഞ്ഞിരിക്കുമ്പോഴാണ് ചിലതിന് ജീവനില്ല എന്നും ചിലതിന് ജീവനുള്ള ജീവികളാണെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഭാഷയിൽ കൂടി അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭാഷാശാസ്ത്രം മനസ്സിലാണ്ടോ? അത് രണ്ടു വിധത്തിലുള്ളതാണ്. പ്രകൃതിയിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാം
0 to ഇൻഫിനിറ്റി. അതിനാണ് നമ്മൾ ശൂന്യം 1 1 0 1 0 എന്നുള്ള ബൈനറി ഭാഷയിലാണ് പ്രകൃതിയിൽ നിന്ന്. അപ്പോൾ 1 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ 2 യൂണിറ്റുകളേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. 2 യൂണിറ്റുകൾ കൊണ്ടല്ല നമ്മൾ ടി വിയിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഒക്കെ നമ്മൾ മൊബൈലിലാണെങ്കിലും കാണുന്നത്. ഈ 2 യൂണിറ്റ് വെച്ചല്ല. ബൈനറി യൂണിറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മൾ പഠിച്ചു വയ്ക്കാനുള്ള ഭാഷ മാത്രമാണ്. അത് ആ യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞൊരു ഭാഗം പറഞ്ഞതേ ഉള്ളൂ. അത് വാസ്തവത്തിൽ ഒരു ഗ്രഡേഷനാണ്. എവിടുന്ന് എങ്ങോട്ടുള്ളത്? ശൂന്യത്തിൽ നിന്ന് അനന്തത വരെയുള്ള ആ വ്യതിയാനത്തെ കാണിക്കുകയാണ്. ഇറ്റ് ഈസ് എ ഫ്ലോ. മനസ്സിലാണ്ടോ? അത് ആ ഫ്ലോയുടെ ആ ശരിക്കുള്ള ആ ഫ്രീക്വൻസി കൂടി 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 വരുമ്പോൾ അത് ഫ്രീക്വൻസി ഇല്ലാത്തതുപോലെയാകും. മനസ്സിലായിട്ടോ? ഇപ്പൊ നമ്മൾ നമ്മുടെ ഓരോ കളറിന്റെ പറയാറില്ലേ, വിബ് ജിയോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വേവ് ഇങ്ങനെ നീണ്ടു ഇങ്ങനെ പോണതാണ് വേവ് ലെങ്ത്. ഈ ഒരു റാ പോലെ ഇരിക്കണ ഇതിന്റെ നീട്ടത്തെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് കുറയുക എന്ന് പറഞ്ഞാൽ ഇതേ സാധനം ഇങ്ങനെ 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 പോകും. അപ്പോൾ അതിന്റെ നീട്ടം കുറഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീക്വൻസി, അപ്പോൾ വേവ് ലെങ്ത് കൂടി 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 പോയാൽ എന്ത് പറ്റും? ഇത് സ്ട്രൈറ്റ് ലൈൻ ആകുന്നർത്ഥം. വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞു 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 കുറഞ്ഞാൽ ഒരു കട്ടി പോലെയുള്ള സാധനമാകും. അപ്പോൾ വേവ് ലെങ്ത്തിന്റെ വ്യത്യാസത്തിലാണ് ഒരു നമ്മളുടെ ഒരു തിക്കായിട്ടുള്ളൊരു വസ്തുത അത് തിന്നായിട്ടുള്ള വസ്തുതയായി മാറുന്നത് എന്നുണ്ട്. തിക്കായിട്ടൊരു സാധനം എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ് 0 എടുക്കെത്തിയാൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പാർട്ടില്ലാണ്ട് വരും. എന്നിട്ട് തിക്കായിട്ട് നിറഞ്ഞിരിക്കും. എന്നാൽ വേവ് ലെങ്ത് കൂടിക്കൂടി ഇങ്ങനെ ഇങ്ങനെ വന്ന് കൂടിക്കൂടി വന്ന് അത് വേവ് ലെങ്ത് കൂടിക്കൂടി വരുമ്പോൾ അവസാനം എങ്ങനെയാണ്? സ്ട്രൈറ്റ് ലൈൻ ആവും. അപ്പോൾ തിക്കെന്ന് പറയുന്നതും തിന്നെന്ന് പറയുന്നതും എന്തിന്റെ വ്യത്യാസത്തിലാണ്? നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിന്റെ വേവ് ലെങ്തിന്റെ വ്യത്യാസത്തിലാണ്. മനസ്സിലാണ്ടോ? അപ്പോൾ തിക്ക് എന്ന് പറയുന്നതിനെ നമ്മൾ ഉണ്ട് എന്നൊരു അവസ്ഥയിലേക്ക് എടുക്കും. ഉണ്ട് എന്ന് പറയുന്നത് എന്ത് വസ്തുതയും ഉണ്ട് എന്ന് മനസ്സിലാക്കണതിൽ ആശയം വരെ എത്തും. ആശയം കഴിഞ്ഞിട്ട് പിന്നെ അത് തിക്കായിട്ട് വരുമ്പോൾ അത് വസ്തുവാകും. പിന്നെയും തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അതും നിറഞ്ഞങ്ങോട്ട് നിൽക്കുന്ന ഒരു തിക്നെസ് ആണെങ്കിൽ നമുക്കതിനെന്ത് പറയും? ഇല്ല എന്ന് പറയേണ്ടി വരും. ഭാവത്തിൻ പരകോടിയിൽ പരമഭാവത്തിൻ സ്വഭാവം. അതുപോലെ തന്നെയാണ് വേവ് ലെന്ത് കുറഞ്ഞ് അത് ചെറുതായി വന്ന് അവസാനം ഒരു തിൻ ലൈനായി. തിൻ ലൈൻ വീണ്ടും തിന്നായി വരുമ്പോൾ അതുമില്ല. അപ്പോൾ ഇത് രണ്ടും വേവ് ലെങ്ത് കൂടിയാലും ഫ്രീക്വൻസി കൂടിയാലും 2 വിധത്തിൽ ഉണ്ട് എന്നും ഇല്ല എന്നും വരുന്ന ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത്. ഇത് നമ്മൾ തമ്മിൽ നമുക്ക് വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കണമെങ്കിൽ അതിനെയൊക്കെ നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിലേക്ക് അതിൻ്റെ എങ്ങനെയാണ് വിശദീകരിച്ചു വന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്താണ് ഈ വേദത്തിനുള്ള പ്രാധാന്യം എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇന്ന് തന്നെ അധികമായി ഓം നമഃ ശിവായ.